കുറച്ച് ടെൻഷനായി പോട്ടോ. ഞാൻ ഇന്നലെ കിടന്ന് ഭയങ്കര മൂങ്ങിച്ചായിരുന്നു. അപ്പൊ നമ്മളെ മുന്നേ കയറ്റിയൊക്കെ വിടും അവര്, പിള്ളേര് കഴിക്കട്ടെ എന്നൊക്കെ. എന്തായാലും പായസം ആകാനുള്ളല്ലോ, ഇച്ചിരി വെന്ത് പോയാലും കുഴപ്പമൊന്നും ഇല്ല. ഹലോ ഗായ്സ്, ഇതൊട്ടും ഒരു പ്ലാൻ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് പായസം കുടിക്കാൻ അതിയായ ഒരു മോഹം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സേമിയ പായസത്തിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാന്. അപ്പൊ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് കൊതി തോന്നുന്ന ദിവസങ്ങൾ ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മുടെ അടപ്രഥമന്റെ അട വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ചു ദിവസമായിട്ട് എനിക്കൊരു പായസം കുടിക്കാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ വിചാരിച്ചു, ഇപ്പൊ സമയം ഏകദേശം 2:45, 3 മണിയൊക്കെ ആയി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചാൽ വൈകിട്ട് ഒരു ഇത്തിരി പായസം ഉണ്ടാക്കിയാലോ, അടയുണ്ടല്ലോ എന്നാ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒട്ടും ഇതില്ലാതെ നമ്മള് അടയൊക്കെ ഞാന് വെള്ളത്തിൽ കുതിർത്താനിട്ടു കേട്ടോ. അപ്പൊ ഞാന് അടപ്രഥമൻ ഇതിനു മുമ്പ് വെച്ചിട്ട് എനിക്ക് പാളിപ്പോയി ഗൈസ്. കാരണം അട വെന്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇത് വെച്ചിട്ടുമില്ല. ആദ്യം വെച്ചത് പാളിപ്പോയി, അട വേകാഞ്ഞുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വേവാത്തേതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും വരുമല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ഓർത്തെന്നാന്ന് ഉണ്ടാക്കാം, അപ്പൊ നിങ്ങളെയും കൂടെ കൂട്ടാം. അപ്പൊ എന്തായാലും ഫ്ലോപ്പ് ആയാലും നല്ലതായാലും ഞാൻ എന്തായാലും അത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്റെ മമ്മിയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കിന് മമ്മി പറഞ്ഞ് കുക്കറി വേണമെങ്കിൽ അടിച്ച് നോക്കാം, എന്താ വേവാത്തെന്ന് അറിയത്തില്ല, വേവിച്ച് പെട്ടെന്ന് വേവുന്നതാണ്, പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഇനി കുക്കറിൽ ഒരു 2 അടിയൊക്കെ അടിച്ചിട്ട് വിസിലടിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അടപ്രഥമനൊക്കെ, എന്നാലും എനിക്കൊരു പൊടി കൂടുതൽ ഇഷ്ടം സേമിയ പായസമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ അടയൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഒട്ടും പ്ലാൻഡ് അല്ലാത്തോടെ ഞാൻ വലിയ ആധികാരികമായിട്ടൊന്നും ചെയ്യുന്നില്ല. എനിക്ക് കുടിക്കാൻ തോന്നിയ ഒരു ക്രേവിംഗ് ആണല്ലോ. അപ്പൊ നമുക്കത് ഉണ്ടാക്കി കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇടാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ, ഇത്ര വെള്ളം വേണോ? ഇത്ര ഇരിക്കട്ടല്ലേ, എനിക്ക് പിടിച്ചെങ്കിലോ. അപ്പൊ ഇതാ ഞാന് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 2 വിസിലൊക്കെ അടുപ്പിക്കാം അല്ലേ, നോക്കാം. എന്തായാലും പായസം ആകാനുള്ളല്ലോ, ഇച്ചിരി വെന്ത് പോയാലും കുഴപ്പമൊന്നും ഇല്ല. നമുക്ക് നോക്കാം. അപ്പൊ എന്താ ഞാനിങ്ങനെ ഇരിക്കുന്നു, സാറക്കുട്ടി അവിടെ ഉണ്ട്. ഇതുണ്ട് കുഞ്ഞൊരു കറ്റാർവാഴ, ഇത് പുറത്തായിരുന്നു കേട്ടോ. ഇപ്പൊ ഭയങ്കര ചൂട് കൂടിയിട്ട് ഞാൻ പിന്നെ അകത്ത് വെച്ചു. അപ്പൊ നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ചെടികളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉള്ള സ്പേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വെക്കുന്നു. പിന്നെന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ്? എങ്ങനെയാ? ഇപ്പൊ വിസിലടിക്കും കേട്ടോ, ഒരു ഷൂ വെച്ച് വരുന്നുണ്ട്. പിന്നെ ഈ അടപ്രഥമനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ സേമിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോഴും അവളുമായിട്ട് മാത്രമേ എനിക്ക് കോണ്ടാക്ട് ഉള്ളൂ കേട്ടോ. അപ്പൊ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. എന്താ പറയാ, അവള് ഹിന്ദു ആണ് കേട്ടോ. അപ്പം ഈ അമ്പലത്തിലെ സപ്താഹം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ അമ്പലവും ഇവിടെ വീടും ഒക്കെ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയിട്ട് പോകും. പക്ഷെങ്കിൽ ഈ സപ്താഹത്തിന്റെ ഊണും പാൽപ്പായസം ഒക്കെ കുടിക്കാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കത്തില്ല. എന്നിട്ട് ഇവിടെ കൂടെ ടീച്ചേഴ്സുമാരോട് പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോകും സപ്താഹം സദ്യ കഴിക്കാൻ. അപ്പോൾ നമ്മൾ യൂണിഫോം ഇട്ട് പോകുന്ന കാരണം നമ്മളെ മുന്നമേ കയറ്റി വിടും. കാരണം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അവരാദ്യമേ ഒരുപാട് ക്യൂവിലൊന്നും നിർത്താതെ, ഭയങ്കര ആളായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളെ മുന്നേ കയറ്റിയൊക്കെ വിടും അവര്, പിള്ളേര് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു അടിപൊളി സദ്യയും അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ എനിക്ക്. ഒരു വിസിൽ അടിച്ചു കേട്ടോ. ഇനിയിപ്പൊ അടുത്തടിക്കും. വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ, കുറച്ച് ഡേഞ്ചർ ആണ് ഞാൻ ഈ കാണിച്ചത്. അപ്പൊ ഇത് മതിയല്ലേ, നമുക്കിതിനി ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താവും നോക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. വിസിലൊക്കെ പോയി ഒന്ന് സെറ്റ് ആവട്ടെ. ഞാൻ എന്റെ റൂമിന്റെ ഒരു കോലം കാണിക്കട്ടെ. ഒരു പെണ്ണ് ഇവിടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് എനിക്കിത് കാണുമ്പോ എന്തോ പോലെ കേട്ടോ. കാണിച്ചു തരാവേ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ സൈക്കിളും ഈ ട്രോളിയും ഒരു ബൈക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുങ്ങളെല്ലാം വെക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ടല്ലേ, ഇത് കണ്ടില്ലേ,
ഇടുന്ന ഡ്രസ്സൊക്കെ വാഷ്റൂമിൽ പോകാനായിട്ട് ഊരി അങ്ങ് ഇട്ടേക്കും. ഇതാ ഒരു സ്പൂൺ അവിടെ കിടക്കുന്നുണ്ട്. ഇത് എന്താണ്? സ്കൂളിലോ? ഏത് സ്കൂളിലാ പോന്നേ? എന്റെ സ്കൂളിലാണോ പോന്നേ? സ്കൂളിൽ പോയിട്ട് ടീച്ചർ പേര് ചോദിക്കുമ്പോ എന്ത് പറയും? വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ. ഹൗ ഓൾഡ് ആർ യു? പറയ്. അയ്യേ, ഇത് 2 ആ? അത് 3 അല്ലേ? ഇന്നലെ എന്റെ കുഞ്ഞ് വീണ ആട്ടോ ഇത് ഈ ഒന്നും പറയണ്ട കേട്ടോ. ഞാനും കരഞ്ഞു, ടെൻഷനായിപ്പോയി. ഒന്ന് കാണിച്ചു നോക്കട്ടെ, അമ്മ ഒന്ന് നോക്കട്ടെ, കാണിച്ചു നോക്കട്ടെ. ഇതണ്ട പറയണ്ട. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മോളെ ഓടല്ലേ വീഴുമെന്ന് പറയും, എടുത്തടിച്ചങ്ങ് വീണു കേട്ടോ. അപ്പൊ താഴെ നമുക്ക് വലിയ വെട്ടമോ ഒന്നും ഇല്ലാഞ്ഞോണ്ട് പാർക്കിങ്ങിന്റെ ഏരിയ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം എന്റെ ആണെങ്കിൽ ഫോണും ഇല്ലായിരുന്നു. അപ്പൊ ഞാനോർത്ത് കാലും കൈയും ജസ്റ്റ് ഒരഞ്ഞതേ ഉള്ളായിരിക്കും, പൊടി തട്ടിയതേ ഉള്ളായിരിക്കും എന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഈ മൂക്കിന്റെ ഇവിടുന്ന് ചോര ഇങ്ങനെ പൊടിഞ്ഞു പോന്നു. അപ്പോഴേ എനിക്ക് കുറച്ച് ടെൻഷനായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഇവിടെ എല്ലാം നമ്മുടെ ഈ മണ്ണ് കുത്തിക്കേറുന്ന പോലത്തെ ഒരു കുറച്ച് മുഴച്ചിട്ട് അങ്ങനത്തെ ഒരു ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആയ പോലെ അതുമായി. അപ്പൊ എനിക്ക് ടെൻഷനായി. അപ്പൊ റൂമിൽ കയറിയപ്പോഴത്തേനും ഇവള് ഭയങ്കര കരച്ചിലും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് മൂക്കിന്ന് ഈ ചെറിയ ബ്ലഡ് പോലെ വരുന്നു. കുറച്ച് ടെൻഷനായി പോട്ടോ. ഞാൻ ഇന്നലെ കിടന്ന് ഭയങ്കര മൂങ്ങിച്ചായിരുന്നു. പിന്നെ അച്ഛനും ഇല്ലല്ലോ, ആള് ഡ്യൂട്ടിക്ക് പോയിക്കായിരുന്നു. പിന്നെ ആളെ വിളിച്ച് പറഞ്ഞപ്പം ആൾക്കും ബിസി, ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ആളും ബിസി ആയിരുന്നു. അപ്പൊ വരാനൊന്നും പറ്റത്തില്ല. അപ്പം എന്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കും, ഇനി ബ്ലഡ് വീണ്ടും വരുന്നുണ്ടോ. അപ്പം മേ ബി ഒന്ന് ആ ഇടിച്ചതിന്റെ ഒരു എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടായതായിരിക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, സമാധാനം. ഇത് വെന്ത് കിട്ടിയ സന്തോഷത്തിൽ ശർക്കര ഇട്ടത് ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തില്ല. അപ്പം ഇത് നമുക്ക് കുക്കറിൽ നിന്ന് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശർക്കര ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സെപ്പറേറ്റ് അടിച്ചോണ്ടാണോ ഈ അട ഇങ്ങനെ കിടക്കുന്നത്, വെളുത്ത് കിടക്കുന്നത്? ചിലപ്പോൾ സെറ്റാവുമായിരിക്കും. തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേന് അതുമായിട്ട് പിടിക്കുമായിരിക്കും. കുഴപ്പമില്ല കേട്ടോ, സെറ്റായി വരുന്നുണ്ട്. ദാ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റില് എന്റെ അടപ്രഥമൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ശർക്കരയുടെ കളർ കുറവ് കൊണ്ടായിരിക്കും വെളുത്ത് ഇരിക്കുന്നത്. പക്ഷെ മധുരവും ഉണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് വെന്തിട്ടും ഉണ്ട് കേട്ടോ അരിയെ. അപ്പോ നമ്മുടെ ആഗ്രഹം സാധിച്ചു കേട്ടോ. അപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു. പായസം കുടിക്കണം തോന്നി, ഉണ്ടാക്കി. ഇനി ഞാൻ കുടിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. അങ്ങനെ ഫൈനലി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ശർക്കരയുടെ കളർ കുറവുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ശർക്കരയല്ല, അടപ്രഥമൻ നല്ല കറുത്ത് കുറുകിയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇത് കുറുകിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കളർ കുറവാണ്, കണ്ടില്ലേ? അപ്പൊ ആ ശർക്കരയുടെ ഒരു കളർ കുറവിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നല്ല തിക്കായിട്ട് നല്ല കുറുകിയ അടപ്രഥമൻ റെഡി. ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ലേ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. നമ്മുടെ അടപ്രഥമൻ കുടിക്കുന്ന അതേ ടേസ്റ്റ് വരുന്നുണ്ട്. നെയ്യൊക്കെ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്, ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് ആറിയിട്ട് നമുക്ക് കുടിക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അപ്പം നമ്മുടെ പായസമൊക്കെ ചൂടൊക്കെ ആറ് നല്ല സെറ്റായിട്ട് ഇതേണ്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കുടിക്കാം. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.